يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമ്മൾക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അലാ ഇന്നി ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹ്, എനിക്ക് ഖുർആൻ ലഭിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ വമിസ്ലഹു മഅഹു, ഖുർആന് മാത്രമല്ല അതുപോലെയുള്ള ഒന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഖുർആനിന്റെ കൂടെ തന്നെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി വരാൻ പോകുന്ന കാലത്ത് നടക്കുന്ന ഒരു സംഭവം നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അലാ യൂശികു റജുലുൻ ശബ്ആനുൻ അലാ അരീകതി, ഒരു മനുഷ്യൻ വയറു നിറച്ച് അവന്റെ വിരിപ്പിൽ കടന്നുകൊണ്ട് പറയുന്ന ഒരു വർത്താനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആൻ അനുസരിക്കുക, ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക. ഫമാ വജദ്തും ഫീഹി മിൻ ഹലാലിൻ ഫഅഹില്ലു, ഇതിൽ കാണുന്ന ഹലാൽ എന്താണോ അത് നിങ്ങൾ ഹലാലായി കാണുക. അതേപോലെ തന്നെ വമാ വജദ്തും ഫീഹി മിൻ ഹറാമിൻ ഫഹർറിമു, എന്താണോ നിങ്ങൾ ഖുർആനിൽ ഹറാമായി കാണുന്നത് അതിനെ ഹറാമായി കാണുക എന്ന് പറയുന്ന ഒരു കാലം വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ എന്താണ് ഖുർആനിന്റെ കൂടെയുള്ള അദ്ദേഹം നിഷേധിക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ വ ഇന്നമാ ഹറമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഹറമല്ലാഹ്, എനിക്ക് ഖുർആനിന്റെ കൂടെ മറ്റൊന്ന് ലഭിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകന് ലഭിച്ച ഖുർആനിന് പുറമെയുള്ള വഹീകളാണ്, സുന്നത്തുകളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഹദീസുകളാണ് ഖുർആനിന്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള വഹി എന്ന് പറയുന്നത്. ചില ആളുകൾ ഇനി വരുന്ന കാലത്ത് പറയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റസൂലിന്റെ അധ്യാപനങ്ങളെ അവർ തള്ളിക്കളയുമെന്നാണ്, ഖുർആൻ മതി എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, അലാ വ ഇന്നമാ ഹറമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ എന്തൊന്ന് ഹറാമാണെന്ന് പറഞ്ഞോ കമാ ഹറമല്ലാഹ്, അത് അല്ലാഹു ഹറാമാണെന്ന് പറഞ്ഞതുപോലെയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇപ്പൊ വഹി എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചിട്ടുള്ളത്. റസൂൽ ദീനി വിഷയത്തിൽ പറഞ്ഞതെല്ലാം വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളതൊന്നും ഹവയുടെ അടിസ്ഥാനത്തിലല്ല, തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹ, വഹി ഇറക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലമഹു ശദീദുൽ ഖുവ, മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ശക്തനായിട്ടുള്ള കഴിവുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയായിരുന്നു വഹി മുഖേന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതിന് ഒരു സ്ഥാനവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യത്തിന് രണ്ടാമതൊരു സ്ഥാനവുമല്ല ഇസ്ലാം കൽപ്പിക്കുന്നത്. ഖുർആനിൽ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ, ഹദീസിൽ ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലെ ഹറാമാണ്. റസൂൽ പറഞ്ഞതുകൊണ്ട് അതിന് രണ്ടാം സ്ഥാനമില്ല. ഖുർആനിലും ഹദീസിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പഠിപ്പിച്ചാൽ അത് ഒരേപോലെയാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ വ ഇന്നമാ ഹറമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഹറമല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാണെന്ന് പറഞ്ഞത്. കാരണം റസൂൽ സ്വന്തം പറഞ്ഞതല്ല,
അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ എല്ലാം ഖുർആനിൽ പറഞ്ഞിട്ടില്ല. വിശദീകരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹീ മുഖേന തന്നെ പഠിപ്പിച്ചതാണ്. ചില ഹറാമുകൾ ഖുർആനിൽ തീരെ കാണാൻ സാധിക്കാതെ ഹദീസുകളിൽ മാത്രം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ നഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുൻകഹൽ മർഅതു അലാ അമ്മതിഹാ, ഒരു പെണ്ണ് അവളെ നമ്മൾ വിവാഹം ചെയ്തു, അതിന്റെ കൂടെ തന്നെ അവരുടെ ഉപ്പയുടെ സഹോദരിയെ വിവാഹം ചെയ്യാൻ നമ്മൾക്ക് അനുവാദമില്ല. ഇത് ഖുർആനിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഭാര്യയുടെ ഉപ്പയുടെ സഹോദരിയെ വിവാഹം ചെയ്യൽ നമ്മൾക്ക് അനുവദനീയമല്ല. ഉപ്പയുടെ സഹോദരി എന്നത് ഒരുപക്ഷെ അന്യയാണ്, പക്ഷേ വിവാഹം നമ്മൾക്ക് ഹറാമായിട്ടുള്ളതാണ് അവൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം. അതേപോലെ തന്നെ വൽ മർഅതു വഖാലതുഹാ, നമ്മുടെ ഭാര്യയുടെ ഉമ്മയുടെ സഹോദരി, ഉമ്മയുടെ അനുജത്തിയെയും ഉമ്മയുടെ ജ്യേഷ്ഠത്തെയും വിവാഹം ചെയ്യാൻ ഒരേ സമയത്ത് നമ്മൾക്ക് അനുവാദമില്ല. ഇത് ഖുർആനിൽ പറയാത്ത കാര്യമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു വഅൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ, രണ്ട് സഹോദരിമാരെ ഒന്നിച്ച് വിവാഹം ചെയ്യാൻ പാടില്ലെന്ന് ഖുർആനിൽ പഠിപ്പിച്ചു. പക്ഷേ ഈ പറയാത്ത കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ ഹദീസിലൂടെ ഭാര്യയുടെ ഉപ്പയുടെ പെങ്ങളെയും അതേപോലെ തന്നെ ഉമ്മയുടെ സഹോദരിയെയും അനിയത്തിയെയും ജ്യേഷ്ഠത്തെയും ഒന്നും ഒന്നിച്ച് വിവാഹം ചെയ്യാൻ പാടില്ല ഭാര്യയുടെ കൂടെ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ഖുർആനിൽ വരാത്ത കാര്യമാണ്, പക്ഷെ ഹദീസിൽ പറഞ്ഞു. ഒരേ വിധിയാണ്. ഹറാമാണെന്ന് പറഞ്ഞാൽ ഹറാമാണ്, അത് ഹദീസിൽ വന്നതല്ലേ എന്ന് അതിനെ താഴ്ത്തിക്കെട്ടാൻ, അതിന് വില കുറയാൻ ഒരിക്കലും ഇസ്ലാം അവിടെ അനുവദിക്കുന്നില്ല. ഒരേ അടിസ്ഥാനത്തിലാണ് ഖുർആനും ഹദീസും ഒരു വിഷയം ഹലാലാണെന്നോ ഹറാമാണെന്നോ പഠിപ്പിക്കുമ്പോൾ അതിനെ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ്. സ്വർണവും അതേപോലെ തന്നെ പട്ടും പുരുഷന് ഹറാമാണെന്നുള്ളത് ഖുർആനിൽ പറഞ്ഞതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖദ ഹരീറൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടെടുത്തു, ഫജഅലഹു ഫി യമീനിഹി, വലത് കൈയിൽ പിടിച്ചു. അതേപോലെ തന്നെ അഖദ ദഹബൻ ഫജഅലഹു ഫി ശിമാലി, സ്വർണം ഇടത് കൈയിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു ഇന്ന ഹാദൈനി ഹറാമുൻ അലാ ദുകൂരി ഉമ്മത്തി, ഇത് നമ്മുടെ ഉമ്മത്തിലുള്ള പുരുഷന്മാർക്ക് ഹറാമാണ്, ധരിക്കാൻ പാടില്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ഖുർആനിന്റെ വിശദീകരണമായിട്ട് പഠിപ്പിക്കുന്ന ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതിന് അള്ളാഹു പഠിപ്പിച്ചതുപോലെയുള്ള വിധിയാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും വെറും വാക്ക് പറയുന്നില്ല, തോന്നിയതുപോലെ പറയുന്നില്ല, ഹവയുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നില്ല എന്നാണ്. പിന്നെ ഖുർആനും ഹദീസും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തിനാണ് വ്യത്യാസമുള്ളത്? അത് പാരായണം ചെയ്യുന്ന വിഷയത്തിൽ, പ്രതിഫലം ലഭിക്കുന്ന വിഷയത്തിൽ, അത് സ്പർശിക്കുന്ന വിഷയത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥം ഒരുപക്ഷെ വുദൂ ഇല്ലാതെ, നമ്മുടെ ശുദ്ധി ഇല്ലാതെ തൊടാൻ പറ്റും. ഖുർആനിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല. പാരായണം ചെയ്യുന്ന ഓരോ ഹർഫിനും ഖുർആനിന്റെ പ്രതിഫലമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഒരു ഹർഫല്ല, മറിച്ച് ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്നത് മൂന്നക്ഷരങ്ങളാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷേ ഹദീസിന് അങ്ങനെ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയുള്ള ആളുകളല്ലാതെ അത് സ്പർശിക്കാൻ പാടില്ലെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. ഹദീസ് എഴുതിയ ഗ്രന്ഥങ്ങൾ ഒരുപക്ഷെ നമ്മൾക്ക് ശുദ്ധിയില്ലാതെ സ്പർശിക്കാൻ പറ്റും, പക്ഷേ ഖുർആനിന് അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. അങ്ങനെ അതിന്റെ ദറജയിൽ, അതിന്റെ സ്ഥാനത്തിൽ പ്രാധാന്യമുണ്ട് ഖുർആനിനെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വഹീന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ഹദീസിനും ഖുർആനിനും ഒരേ സ്ഥാനമാണ് നമ്മൾ കൽപ്പിക്കേണ്ടതെന്നാണ് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹദീസ് പഠനത്തിന് പ്രാധാന്യമില്ലെന്നല്ല സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നദ്ദറല്ലാഹു റഅൻ സമിഅ മഖാലതി ഫവഅഹാ വഹഫിദഹാ വബല്ലഗഹാ, എന്റെ സംസാരം കേട്ട് അത് പഠിച്ചത് മനസ്സിലാക്കി ഹിഫ്ള് ചെയ്ത് ഒരാൾക്ക് എത്തിച്ചു കൊടുത്താൽ നദ്ദറല്ലാഹു റഅൻ, അല്ലാഹു അദ്ദേഹത്തെ പ്രശോഭിപ്പിക്കട്ടെ എന്നാണ്, ഭംഗിയുള്ളവനാക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ മുഖത്തൊരു ശോഭയുണ്ടാക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ വചനങ്ങൾ പഠിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്തു എന്നാണ്. നമ്മൾ റസൂലുള്ള പറഞ്ഞൊരു വാചകം കാണാതെ പഠിക്കുന്നു, അത് ഹിഫ്ള് ചെയ്യുന്നു, മനസ്സിലാക്കുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളാണിത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾക്ക് റസൂലിന്റെ ദുആ കിട്ടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. നദ്ദറല്ലാഹു റഅൻ, അല്ലാഹു അദ്ദേഹത്തിനെ ശോഭിപ്പിക്കട്ടെ എന്ന ദുആ, പ്രകാശിപ്പിക്കട്ടെ എന്ന ദുആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ അയച്ചിട്ടുള്ളത്
മറ്റു പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്, അതിന്റെ ഉദ്ദേശ്യം എന്താണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്റെ വചനങ്ങൾക്കും സുന്നത്തിനും അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടാം സ്ഥാനം കൽപ്പിക്കാനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിയോഗിച്ചിട്ടുള്ളത്. റസൂലിനെ നിയോഗിക്കുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. എന്തിനാണ് അവരവരുടെ ഭാഷയിൽ തന്നെ പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്? അവരവരുടെ ഭാഷയിൽ പ്രവാചകൻ അയച്ചിട്ടുള്ളത് ലിയുബയ്യിന ലഹും, അവര് നമ്മൾക്ക് വിശദീകരിച്ചു തരാൻ വേണ്ടിയാണ്. ആ വിശദീകരണം നമ്മൾ സ്വീകരിക്കാനാണ്. റസൂലുള്ളാഹി എന്തു പറഞ്ഞോ അത് സ്വീകരിക്കാനാണ് നമ്മളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. നിനക്ക് നാം ദിക്ർ ഇറക്കി തന്നിട്ടുള്ളത് ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അവർക്ക് ഇറങ്ങിയത് നീ വിശദീകരിച്ചു കൊടുക്കാനാണ്. അപ്പൊ റസൂലിന് ഉത്തരവാദിത്വമുണ്ട് നമ്മൾക്ക് വിശദീകരിച്ചു തരാൻ. ആ വിശദീകരണം സ്വീകരിക്കാനുള്ള ബാധ്യത നമ്മൾക്കുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കാൻ. വമാ അൻസൽനാ അലൈക്കൽ കിതാബ ഇല്ലാ ലിതുബയ്യിന ലഹുമുല്ലദി ഇഖ്തലഫൂ ഫീഹി വഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. സൂറത്തുൻ നഹ്ലിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ജനങ്ങൾ ഇഖ്തിലാഫിലാകുമ്പോൾ റസൂലെ നിങ്ങളുടെ വിശദീകരണം കേൾക്കാൻ, അത് മനസ്സിലാക്കാൻ, അത് നേർമാർഗമായി സ്വീകരിക്കാൻ, അത് റഹ്മത്തായി സ്വീകരിക്കാനാണ് നിങ്ങൾക്ക് നാം കിതാബ് ഇറക്കി തന്നിട്ടുള്ളത്. ഇല്ലാ ലിതുബയ്യിന ലഹും, നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനാണെന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണം എന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. ആ വിശദീകരണം നൽകുന്നതും സ്വന്തത്തെ അതിന്റെ അഭിപ്രായ പ്രകാരമല്ല, മറിച്ച് വഹീന്റെ അടിസ്ഥാനത്തിലാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നമ്മൾ എങ്ങനെ ഖുർആനിലെ ഓരോ അധ്യാപനങ്ങളും സ്വീകരിക്കുന്നു അതേപോലെ സ്വീകരിക്കൽ നമ്മൾക്ക് നിർബന്ധമാണ്. ഇത് ഖുർആനിന്റെ അധ്യാപനമാണ്. ഞാൻ ഖുർആൻ മാത്രം നോക്കിക്കൊള്ളാം, ഹദീത്തിന്റെ വിഷയത്തിൽ ആളുകൾ പലതും സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് അതോടെ മാറ്റിവെക്കാമെന്നൊരു വിശ്വാസിക്ക് പറയാൻ സാധിക്കില്ല. അത് ഖുർആനിനെ അനുസരിക്കാതിരിക്കലാണ്, ഖുർആനിനെ നിഷേധിക്കലാണ്. കാരണം ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. റസൂൽ എന്തു പറഞ്ഞോ അത് സ്വീകരിച്ചവൻ അല്ലാഹുവിനെ അനുസരിച്ചവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. മൻ അതാഅനി ഫഖദ് അതാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറഞ്ഞതനുസരിച്ചവൻ അല്ലാഹുവിനെ അനുസരിച്ചവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വമൻ അസാനി ഫഖദ് അസല്ലാഹ്. എന്നെ ധിക്കരിച്ചവൻ അല്ലാഹുവിനെ ധിക്കരിച്ചവനാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് റസൂലിന്റെ ഒരു വചനം, പ്രവാചകന്റെ ഒരു വചനം, അത് കേട്ടിട്ട് അതിലിനി നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നില്ല. നമ്മൾ എന്തിനാണോ ഈ ദുനിയാവിൽ വന്നതെന്ന് പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചു. ഇനി രണ്ടാമതൊരു ഓപ്ഷൻ സ്വീകരിച്ചാൽ ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ തെറ്റിയവരാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ. ഒരു വിശ്വാസിക്കും ഒരു വിശ്വാസിനിക്കും അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ, റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ, അയ്യകൂന ലഹും ഖിയറത്തു മിൻ അംരിഹിം, ആ കാര്യത്തിൽ അവർക്കൊരു ചോയ്സ് ഇല്ല, എന്നാണ് ഖിയറത്തില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് പറയുന്നു, വമൻ യഅസില്ലാഹു വറസൂലഹു ഫഖദ് ضل ضلالا مبينا. അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ച് സ്വന്തം അഭിപ്രായത്തിൽ, അവന്റെ സാമ്പത്തിക മേഖലയിൽ, അവന്റെ ജീവിതത്തിൽ, അവന്റെ ജോലിയിൽ, അവന്റെ കുടുംബ ജീവിതത്തിൽ ഒക്കെയും അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം അവൻ നയിച്ചാൽ അവനെ കുറിച്ച് അല്ലാഹു പറയുന്നു, ഫഖദ് ضل ضلالا مبينا, അവൻ അങ്ങേയറ്റം വഴിപിഴച്ചവനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓരോ ഹദീസ് കേൾക്കുമ്പോഴും അല്ലെ റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ കേൾക്കണം. കാരണം ഇത് അല്ലാഹു പറയുന്നത് പോലെയാണ്. കാരണം വഹീന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലേ, അത് സ്വീകരിക്കാത്തവൻ, ധിക്കരിച്ചവൻ അങ്ങേയറ്റത്തെ വഴികേടിലാണെന്ന് അല്ലാഹു പഠിപ്പിച്ചു. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദ. അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചവൻ നരകത്തിൽ ശാശ്വതനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്റത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. എത്ര ആയത്തുകളാണ് റസൂൽ പറഞ്ഞത് കേൾക്കണേ, റസൂലിനെ നിങ്ങൾ ധിക്കരിക്കരുതേ എന്ന് ഖുർആനിൽ എത്ര ആയത്തുകളാണ്. എന്നിട്ട് ചിലർ പറയുന്നു ഖുർആനിലുള്ളത് മതി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ അതിനെപ്പോ തൽക്കാലം മാറ്റിവെച്ചാലും കുഴപ്പമില്ലാന്ന് ചില ആളുകൾ പറയുന്നു. റസൂൽ പറഞ്ഞതിനെ അതിനെ നിഷേധിക്കുന്ന ആളുകൾ, ഹദീസുകളെ സ്വഹീഹായി വന്നതിനെ അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് അതിനെ മാറ്റിമറിക്കുന്ന ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ആയത്തുകളിലാണ് ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി. റസൂൽ പറഞ്ഞൊരു കാര്യം, അതിനെ ധിക്കരിക്കുന്ന ആളുകൾ അവർ ഗൗരവത്തോടുകൂടെ ചിന്തിക്കട്ടെ എന്നാണ്, അവർ ജാഗ്രത കൈക്കൊള്ളട്ടെ എന്നാണ്. അൻ തുസീബഹും ഫിത്നത്തുൻ, അവർക്ക് ഫിത്ന വരും.
അതേപോലെ തന്നെ അദാബുൻ അലീം, വലിയ ശിക്ഷ വരും എന്നവർ ഭയക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ, അതേപോലെ തന്നെ അങ്ങേയറ്റം വഴിവിടക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് ഒരേ ഒരു മാർഗം റസൂല് പറഞ്ഞത് എന്താണോ അത് മുറുകെ പിടിക്കൽ മാത്രമാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ ആളുകൾ കളിയാക്കട്ടെ, ആളുകൾ മാറ്റി നിർത്തട്ടെ, ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകട്ടെ, ഏത് കൂട്ടത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തട്ടെ, ഞാൻ എന്റെ റസൂലിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിജയമുണ്ട്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മുടെ വിജയം മാത്രം ആഗ്രഹിച്ചവരാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു വലം യുസല്ലി അലയ്യ. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. നമ്മൾക്ക് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ട്, അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ, അദ്ദേഹത്തെ ഒന്ന് പരാമർശിക്കുമ്പോൾ ഒരു നല്ല വാക്ക് പറയാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മളെ കുറിച്ച് എന്താ പറയാ? എന്നെ അങ്ങേയറ്റം സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, ജീവിതം കൊണ്ട് എനിക്ക് വേണ്ടി അങ്ങേയറ്റം പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച് ഒരു വാക്ക് നല്ലത് പറയാൻ ഞാൻ തയ്യാറല്ലെങ്കിൽ ഞാൻ അങ്ങേയറ്റത്തെ പിശുക്കനാണ്. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടി എത്ര ത്യാഗങ്ങൾ സഹിച്ചവരാണ്. ആ റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ആ പ്രവാചകന് വേണ്ടി ദുആ ചെയ്യണം, പ്രവാചകനെ പുകഴ്ത്തണം. അതാണ് പറഞ്ഞത്, പേര് കേട്ടിട്ട് മിണ്ടാത്തവൻ, സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകൻ അങ്ങേയറ്റം വിശപ്പ് സഹിച്ചതു മുതൽ, വേദനകൾ സഹിച്ചതു മുതൽ, മനസ്സിന്റെയും ശരീരത്തിന്റെയും വേദനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടി സഹിച്ചിട്ടുണ്ട്. ആ റസൂൽ പറയാണ്, ഇന്നി ഖദ് തറക്തു ഫീകും മാ ഇൻ ഇഅ്തസംതും ബിഹി ഫലൻ തദില്ലു അബദാ. നിങ്ങൾക്ക് ഞാൻ രണ്ട് കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നുണ്ട്, അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് കിതാബല്ലാഹ് വസുന്നത നബിയ്യി, ഖുർആൻ മാത്രമല്ല റസൂലിന്റെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കണം. അത് മുറുകെ പിടിക്കാന്നുള്ളത് ഒരേ സ്ഥാനത്തിൽ ഖുർആനിന്റെ അധ്യാപനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു അതേ സ്ഥാനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളെ കൽപ്പനകളായി സ്വീകരിക്കുന്നതിൽ, വിരോധനങ്ങൾ അതേപോലെ ഒഴിവാക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കൈക്കൊള്ളണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനെയാണ് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. അതിനെയാണ് റസൂലുള്ളാഹിയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജീവിതത്തിൽ പകർത്തുന്നതിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ എന്തൊക്കെ കളിയാക്കിയാലും, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്റെ റസൂലിനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നവൻ, അവനാണ് വിജയമുള്ളത്, അവനാണ് സ്വർഗമുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. എന്റെ ഉമ്മത്തൊക്കെ സ്വർഗത്തിൽ പോകും, പക്ഷെ നിരസിച്ച ആളുകൾ അവർ സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് പറഞ്ഞത്? സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൻ യഅബ, ആരാണ് നിരസിക്കുന്നവർ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. എന്നെ അനുസരിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബ, ആരാണോ ഞാൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കാൻ കഴിയാത്തവൻ അവൻ എന്നെ നിരസിച്ചവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹത്തായ സൗഭാഗ്യമാണ് പ്രവാചകനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുക എന്നത്. റസൂലുള്ള പറഞ്ഞത്, റസൂലിനെ ബഹുമാനിക്കുന്ന, എന്നേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ ഉമ്മയും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കേണ്ടത് റസൂലിന്റെ വാചകമാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ മാത്രമേ ഞാൻ വിശ്വാസിയാകൂ എന്നാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹത്തായ സൗഭാഗ്യം നമ്മൾക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യരുത് എന്ന് പറഞ്ഞത് അതിനെ ഗൗരവത്തോടുകൂടെ ചെയ്യാതിരിക്കാനും ചെയ്യണമെന്ന് പറഞ്ഞതിനെ ഇഷ്ടത്തോടുകൂടെ ചെയ്യാനുമുള്ള മഹത്തായ സൗഭാഗ്യം നമ്മൾക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ചെയ്തവരായിരുന്നു സ്വഹാബാക്കൾ. അവർക്ക് സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പലരുടെയും പേരെടുത്തു പറഞ്ഞ് അല്ലാഹുവിന്റെ വഹീ പ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വളരെ ഗൗരവത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റെടുക്കേണ്ട ചോദ്യമാണ്. അതുരീദു അൻ തദ്ഖുലൽ ജന്ന ബിഅമലി അഹ്ലിൻ നാർ. സ്വഹാബാക്കൾ
സ്വർഗ്ഗക്കാരുടെ പണിയെടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നു. അതുരീദു അൻ തദ്ഖുലൽ ജന്ന, നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ബിഅമലി അഹ്ലിൻ നാർ, നരകക്കാരുടെ പണിയെടുത്തിട്ട് സ്വർഗത്ത് പോകാനാണോ നീ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് റസൂലിന്റെ സുന്നത്തിന്, പ്രവാചകനോടുള്ള സ്നേഹം അതാണ്. ഒരാൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവരനുസരിക്കലാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്, അവർ പറയുന്നതെല്ലാം ചെയ്യലാണ് ഒരാളോടുള്ള അനുസരണം എന്ന് പറയുന്നത്. ഒരിക്കൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറയുന്നുണ്ട്. ലമ്മസ്തവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ജുമുഅ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മിമ്പറിന്റെ മുകളിൽ കയറി ഇജ്ലിസൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. ഫസമിഅ ദാലിക ഇബ്നു മസ്ഊദ് ഫജലസ അലാ ബാബിൽ മസ്ജിദ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ശബ്ദം കേൾക്കുന്നത് ഡോറിന്റെ അടുത്ത് വെച്ചിട്ടാണ്. ഇരിക്കോന്ന് പറഞ്ഞപ്പോ ആ ഡോറിന്റെ അടുത്ത് ഒറ്റ ഇരുത്താണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫറആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല തആല യാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. അപ്പോൾ റസൂലുള്ളാഹി കണ്ടു, എന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞപ്പോ 2 സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തയ്യാറായില്ല. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വീകരിക്കാനുള്ള സ്വഹാബത്തിന്റെ മനസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്വീകരിക്കാനുള്ള മഹത്തായ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മെലിഞ്ഞൊട്ടിയ മനുഷ്യനായിരുന്നു. കാലുകളൊക്കെ വളരെ മെലിഞ്ഞതായിരുന്നു. ഒരുപക്ഷെ കണ്ടാൽ ചിരിച്ചു പോകുന്ന അത്രയും മെലിഞ്ഞ അവസ്ഥയിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ 2 കാലുകൾ നാളെ പരലോകത്ത് ഉഹദ് മലയേക്കാൾ കനമുള്ളതായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ കയ്യിൽ ഖാതമൻ ദഹബിൻ ഫീ യദി റജുലിൻ, ഒരു സ്വർണത്തിന്റെ മോതിരം കണ്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഊരിയെടുത്തു, എന്നിട്ട് കളഞ്ഞു, അത് ഒഴിവാക്കി. കാരണം ഹറാമാണ്, പുരുഷന് സ്വർണം ഹറാമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യഅമിദു അഹദുകും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജ്അലുഹാ ഫീ യദി, നരകത്തിലുള്ള ഒരു കനൽ അതെടുത്തിട്ട് കയ്യിൽ ധരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നോ എന്ന് ചോദിച്ചപ്പോ, അങ്ങനെ ചോദിച്ചിട്ടാണ് അത് കളഞ്ഞത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോയപ്പോ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, സ്വർണത്തിന്റെ മോതിരാണ്, അതാണ് കളഞ്ഞത്, അല്ലെ ധരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. അപ്പൊ ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞു, ധരിക്കണ്ട, അതെടുത്ത് നിങ്ങൾ ഉപയോഗിച്ചോളി എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, ലാ വല്ലാഹി, ഇല്ല, അല്ലാഹുവാണ്, ഇല്ല, ലാ ആഖുദുഹു അബദൻ വഖദ് തറഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂൽ എറിഞ്ഞതാണ്, ആ പ്രവാചകൻ എറിഞ്ഞതാണ്, ഞാനത് എടുക്കൂല എന്ന സഹാബി പറയുന്നു. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമായിട്ട് സഹാബാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ റസൂൽ പറഞ്ഞത് എന്താണോ അത് സ്വീകരിക്കാൻ ഖുർആനിൽ നമ്മളോട് കൽപ്പിച്ചതുപോലെ വഹീന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വിശദീകരണമായി നമ്മൾക്ക് വിശദീകരിച്ചു തരാൻ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് നമ്മൾക്കുണ്ടാകണം, അതിനുള്ള പരിശ്രമം നമ്മൾക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അയ്യുഹൻ നാസ് ഉസീകും വഇയ്യായ തഅനീം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത് ചെയ്യുന്നത് പോലെ തന്നെ ഗൗരവമുള്ളതാണ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നതും, അനുസരണ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യലും, ചെയ്യരുത് എന്ന് പറഞ്ഞത് ഒഴിവാക്കലുമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. വമാ ആതാകുമുർ റസൂലു ഫഖുദു, റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, രണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്, റസൂലിനെ പിൻപറ്റലാണ്. ചെയ്യാൻ പറഞ്ഞത് ചെയ്യലും, ചെയ്യരുതെന്ന് പറഞ്ഞത് ഒഴിവാക്കലും, രണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന കാര്യമാണ്. എന്നാൽ ചെയ്യരുതെന്ന് വളരെ ഗൗരവത്തിൽ എല്ലാ ഖുതുബയുടെയും തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ്, വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ദലാല. ചെയ്യാൻ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, എപ്പോഴും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം, ദീനിൽ ഇനി നിങ്ങളൊന്നും കൂട്ടരുത്, ദീനിൽ ഇനി ഒന്നും നിങ്ങൾ കൂട്ടരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മളോട് സ്ഥിരമായി പ്രവാചകന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ പറയുന്ന കാര്യമാണ്. എന്നിട്ട് പറയുന്നു, അതൊക്കെയും ബിദ്അത്താണ്, പുതുതായി ചേർത്തതൊക്കെയും ദലാലത്താണ്, അതൊക്കെ നരകത്തിലേക്കാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. റസൂൽ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്, അല്ല ഞാനത് അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്തല്ല, ഞാനിത് ഇങ്ങനെ വിചാരിച്ചിട്ട് ചെയ്താണ്, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്താണ്. എന്തൊരു വൈരുദ്ധ്യമാണ്. റസൂൽ എന്ന് പറയാണ് ഒരു കാര്യം ചെയ്യരുത്, ചെയ്യുന്ന ആൾ പറയാണ് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്താണ്. എന്താണ് ആ വൈരുദ്ധ്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, അതാണ് അനുസരണം എന്ന് പറഞ്ഞാൽ. അല്ലാതെ അതിനെ ന്യായീകരിക്കലല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടല്ലാതെ പറയലല്ല. റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം, അതാണ് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്നതി ഇല്ലാ ഖദ് അമർതുകും ബി, സ്വർഗ്ഗത്തിലേക്കുള്ള എല്ലാം പഠിപ്പിച്ചു. വലൈസ ശൈഉൻ യുഖർരിബുകും ഇലൻ നാരി ഇല്ലാ ഖദ് നഹൈതുകും അൻഹു, നരകത്തിലേക്ക് പോകുന്ന എന്തൊക്കെ ഹറാമുണ്ട് അതൊക്കെ റസൂൽ പഠിപ്പിച്ചു. ഇനി സ്വർഗ്ഗത്തിലേക്കൊന്നുമില്ല, സ്വർഗ്ഗത്തിലേക്കുള്ള എല്ലാം റസൂൽ പഠിപ്പിച്ചു, ഇനിയൊന്നും കൂട്ടരുതെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം ശാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ ശർഹിൽ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. ഫസ്സഈദു മൻ തമസ്സക ബിമാ കാന അലൈഹി സലം, ഭയങ്കര ഭാഗ്യം ലഭിച്ച ആളാണ് മുൻഗാമികളായിട്ടുള്ള സഹാബാക്കളുടെ മാതൃകയിൽ നിലകൊള്ളാൻ കഴിയുന്നവർ. പുതുതായി ഒന്നുമില്ല, റസൂൽ പറഞ്ഞതും സഹാബത്ത് പറഞ്ഞതും മുറുകെ പിടിക്കാൻ കഴിവുള്ളവർ ഭാഗ്യവാന്മാരാണെന്നാണ്. പിൻഗാമികളായിട്ടുള്ള പിന്നീട് വന്ന ആളുകൾ ഉണ്ടാക്കുന്ന പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താൻ ഭാഗ്യം ലഭിച്ചവൻ. റസൂലും സഹാബത്തും എവിടെയാണോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്ത് കുറെ വിഭാഗങ്ങളായി തീരും, അതിലെല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഇന്നുള്ള വഴി, ഞങ്ങൾ എന്തൊക്കെ ചെയ്തോ, എന്തൊക്കെ ആചാരങ്ങളുണ്ടോ, എന്തൊക്കെ ആഘോഷങ്ങളുണ്ടോ, എന്തൊക്കെ ഇബാദത്തുകളുണ്ടോ, അത് ചെയ്യുന്നവർ സ്വർഗത്തിലാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് റസൂൽ രണ്ടാഘോഷം പഠിപ്പിച്ചു, അതിന് അപ്പുറത്തൊരാഘോഷം, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്, ഒന്നും ന്യായമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല, നല്ലതൊക്കെ നിങ്ങൾ കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ടില്ല. കുല്ല ബിദ്അത്തിൻ, എല്ലാ കൂട്ടിച്ചേർക്കുന്നതും ദലാലത്താണ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ റസൂലും സഹാബത്തിൽ നിന്ന് സ്റ്റാൻഡുണ്ട്, അവിടെ നിൽക്കണം നമ്മൾ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും സഹാബാക്കളും പള്ളിയിലേക്ക് കയറുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. അവിടെ കുറച്ച് ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു. അവരുടെ കയ്യിൽ കല്ലുകൾ പിടിച്ചിട്ട് അവരിങ്ങനെ പറയാണ്, കബ്ബിറൂ മിഅ, 100 വട്ടം തക്ബീർ ചൊല്ലാൻ പറയുന്നു. അതേപോലെ തന്നെ ഹല്ലിലൂ മിഅ, 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറയുന്നു. സബ്ബിഹൂ മിഅ, 100 വട്ടം തസ്ബീഹ് ചൊല്ലാൻ പറയുന്നു. അവരിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ചൊല്ലുകയാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതേപോലെ തന്നെ കുറച്ച് സഹാബാക്കൾ അവർ വന്നിട്ട് ചോദിച്ചു, മാ ഹാദല്ലദീ അറാകും തസ്നഊൻ, എന്താ നിങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചു, ഇതെന്താ പരിപാടി എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നമ്മളിങ്ങനെ തസ്ബീഹ് ചൊല്ലാണ്, തക്ബീർ ചൊല്ലാണ്, തഹ്ലീൽ ചൊല്ലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ രീതി പഠിപ്പിച്ചിട്ടില്ല. കുറച്ച് ആൾക്കാർ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നു, കുറെ മൂലയ്ക്ക് ഇങ്ങനെ കൂട്ടായിട്ട് ഇരിക്കുന്നു. ഒരാൾ ഇങ്ങനെ സബ്ബിഹൂ മിഅ, 100 വട്ടം സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ പറയുന്നു. ആ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ് എന്നതും അൽഹംദുലില്ലാഹ് എന്നതും അല്ലാഹു അക്ബർ എന്നതും അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലാഹുവിന്റെ ദിക്റുകളാണ്. പക്ഷെ ആ പ്രത്യേക രീതി പഠിപ്പിച്ചിട്ടില്ല. സഹാബാക്കളെ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യണത്? അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫഉദ്ദു സയ്യിആതികും, നിങ്ങൾ നിങ്ങളുടെ നന്മയല്ല എണ്ണേണ്ടത്, തിന്മകളെ നിങ്ങൾ എണ്ണിക്കൊള്ളുക എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. വൈഹകും യാ ഉമ്മത മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തെ, മാ അസ്റഅ ഹലകതകും, എത്ര പെട്ടെന്നാണ് നിങ്ങൾ നശിച്ചു പോകുന്നത് എന്നാണ്. എന്തു പറഞ്ഞിട്ട്? സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ പറഞ്ഞ ആൾക്കാരോടാണ് പറയുന്നത്. റസൂലുള്ള പഠിപ്പിച്ച രീതികൾക്ക് അപ്പുറത്തേക്ക് ഒരു രീതി കൊണ്ടുവരാൻ നമ്മൾക്ക് അനുവാദമില്ല. സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഞങ്ങൾ ചൊല്ലിയുടെ ദിക്റാണ്, കൊടുക്കുന്ന ചോറാണ്, എന്തായിക്കൊള്ളട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന് അപ്പുറത്തേക്ക് ഒരു രീതി സ്വീകരിക്കാൻ നമ്മൾക്ക് അനുവാദമില്ല. ഹഉലാഇ സഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ, സഹാബി പറയാണ്, സഹാബാക്കൾ നിങ്ങളും കൂടെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത്. വഹാദിഹി തിയാബുഹു ലം തബ്ല, റസൂലുള്ളാഹിന്റെ വസ്ത്രം നശിച്ചു പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, റസൂൽ ഉപയോഗിച്ച പാത്രങ്ങൾ ഇപ്പോഴുമുണ്ട്, അതൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. വല്ലദി നഫ്സി ബിയദിഹി ഇന്നകും ലഅലാ മില്ലത്തിൻ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ്, റസൂലുള്ളാഹി എല്ലാം പഠിപ്പിച്ചു, സ്വർഗ്ഗത്തിലേക്കുള്ള എല്ലാം പറഞ്ഞു തന്നു. ഓരോ ദിക്റിന്റെയും എണ്ണമടക്കം പഠിപ്പിച്ചു. എണ്ണമില്ലാതെ ചൊല്ലാവുന്ന ദിക്റുകളെ കുറിച്ച് പറഞ്ഞു. വിശാലമായി ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു. എണ്ണമില്ലാത്തതിന് എണ്ണം ഉണ്ടാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം തന്നിട്ടില്ല. പ്രവാചകനേക്കാൾ നല്ലൊരു മാർഗത്തിലാണോ നിങ്ങളുള്ളത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കാൻ. ഔ മുഫ്തതിഹു ബാബ ദലാലത്തിൻ, അല്ല നിങ്ങൾ പുതിയൊരു വഴി ഉണ്ടാക്കാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഇതൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല,
നമ്മൾ നല്ല വിചാരിച്ചിട്ടാണെന്നാണ് അവരുടെ മറുപടി. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടിയുണ്ട്, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബ. എത്ര നല്ലത് വിചാരിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അതൊന്നും അവർക്ക് കിട്ടുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ നാളെ പരലോകത്ത് ഉഹദ് മലയേക്കാൾ കനമുള്ള കാലുകളുള്ള സഹാബി എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മറുപടി പറയാണ്. ആ വിഭാഗത്തെക്കുറിച്ച് അംർ ഇബ്നു സലമത്തുൽ കൂഫി റഹിമഹുല്ലാഹ് താബിഈ പണ്ഡിതൻ അദ്ദേഹം പറയുന്നു, റഅയ്നാ ആമ്മത ഉലൈകൽ ഹിലഖി യുതാഇനൂന യൗമൻ നഹറവാനി മഅൽ ഖവാരിജ്. ഖവാരിജുകളുടെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളുടെ കൂട്ടത്തിലായിരുന്നു ഈ വിഭാഗത്തിലുള്ള അധിക ആളുകളുമെന്ന് മഹാനായ അംർ ഇബ്നു സലമ റഹിമഹുല്ലാഹ് അദ്ദേഹം പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങളായിട്ട് ദീനിലൊന്നും ഉണ്ടാക്കാൻ, നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ന്യായം പറഞ്ഞുകൊണ്ട് റസൂലുള്ള ചെയ്തോ, നബിദിനാഘോഷം റസൂൽ ചെയ്തോ, ഒരു ബർത്ത്ഡേ ആഘോഷം പ്രവാചകൻ ചെയ്തോ എങ്കിൽ നമ്മൾക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന വിഭാഗത്തിൽ നമ്മൾ ഉണ്ടാകും. ചെയ്തിട്ടില്ലേ? മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും സഹാബത്തും ഏത് വിഭാഗത്തിലാണോ അവരുടെ കൂടെയാണ് നമ്മൾ ഉണ്ടാവുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ കൽപ്പനകളെ മുറുകെ പിടിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നിൽക്കുന്ന നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ ദീനിൽ കൂട്ടിച്ചേർത്തവരാണ്, മാറ്റിയവരാണ്, അതുകൊണ്ട് സുഹ്തൻ സുഹ്തൻ നിങ്ങളൊക്കെ മാറി നിൽക്കുക എന്ന് പറയുന്ന ആ ദൗർഭാഗ്യവാന്മാരിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകന്റെ കൂടെ പ്രവാചകന് വേണ്ടി ദുആ ചെയ്ത് റസൂലുള്ളാഹിയെ പിൻപറ്റി കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് റസൂലുള്ളാഹിയോട് ഏറ്റവും അടുത്തിരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കളോട് നന്നായി പെരുമാറുന്ന, ഭാര്യയോട് നന്നായി പെരുമാറുന്ന, മക്കളോട് നന്നായി പെരുമാറുന്ന, മറ്റുള്ളവരോട് നല്ല സ്വഭാവം കൈക്കൊള്ളുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലാലായ സമ്പത്ത് കൊണ്ട് ജീവിക്കാൻ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين فاستغفروه إنه هو الغفور الرحيم. والحمد لله رب العالمين وصلى الله على نبينا محمد.